ഹലോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ? അപ്പം ഞാനിതാ ചെറിയൊരു വർക്കിലാണ്. ദേ കണ്ട കളർ പേപ്പറുകൾ എടുത്തിട്ടുണ്ട്. 1 2 പിന്നെ 3 പിന്നെ ഇതാ 4 കാണിച്ചു കൊടുത്താ ആയോ അസ്മിക്കുട്ടനാണ് എടാ എടാ പിന്നെ കാണിച്ചു കൊടുക്കേ. അപ്പോൾ ഇതാ ഇല്ലേ എന്നാ വേണ്ട. അപ്പോൾ 4 പേപ്പറിന് അപ്പം നമ്മൾ എന്താ പറയുക മേളക്ക് ശാസ്ത്രമേളക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് ഒരുപാട് പ്രൈസൊക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ എച്ച് എം പിന്നെ അവിടെ എന്തൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഇതിക്ക് ഞാനൊരു റോസ് പൂവാണ് വിചാരിക്കുന്നത്. പക്ഷേ അതിനുള്ള മെറ്റീരിയൽസ് ഇല്ലാത്തതുകൊണ്ട് വേറൊരു തരത്തിലുള്ള ഒരു സിമ്പിൾ പൂവാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് കേട്ടോ. പൊന്നോ അവിടെ കൊണ്ടുവരേ. അപ്പോൾ ഇതാ ഗായ്സ് ഞാൻ 1 2 3 4 കളറുകളാണ് ഇപ്പം എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊക്കെ സമചതുരത്തിലുള്ള 6 കഷ്ണങ്ങൾ 1 2 3 4 5 6 ഒക്കെ 6 പീസ് വെച്ചിട്ടാണ് ഞാൻ ഈ പൂവ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മളുടെ വർക്ക് ഇതാ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കണ പൂവ് റോസെറ്റാണ് കേട്ടോ. അപ്പോൾ റോസ് ഇതാ അങ്ങോട്ട് സിക്സാക്റ്റ് പോലെ മടക്കിയിട്ട് പിന്നെ അതാ കമ്പിട്ടിട്ട് കെട്ടിയിട്ട് പിന്നെ എന്താ ചെയ്യുക, അത് 2 അറ്റവും കോണ് പോലെ കട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഗ്രീൻ ടാപ്പ് ഇട്ട് കമ്പി ചുറ്റിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സ്കൂൾക്ക് ഞാൻ ഉണ്ടാക്കിയ പൂക്കൾ. എനിക്ക് ഇഷ്ടമായി. പിന്നെ ഇതാ അസ്മിക്കുട്ടി യൂണിഫോമൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായി. പിന്നേക്ക് ഓനെ പറഞ്ഞയച്ചിട്ട് വേണം വളാഞ്ചേരി പോവാൻ. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ഫൈനലി നമ്മുടെ പൂക്കൾ ഇതാണ്. നല്ല ഭംഗിയില്ല കാണാൻ, പല തരം പൂക്കളായതുകൊണ്ട് രസമുണ്ട്. പിന്നെ എന്നോട് 13 പൂവ് ഉണ്ടാക്കാനാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ ഇത് 13 ഇല്ല, 12 അല്ല 11 ആയിട്ടുള്ളൂ കേട്ടോ. അതിനപ്പോൾ അത് ഹസ്മി പറഞ്ഞ് ഞാൻ പിടിക്കാം, ഉമ്മച്ചി വീഡിയോസ് എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്ത് ഞാൻ വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പോകും കേട്ടോ. എനിക്ക് വളാഞ്ചേരി പോകണം. അങ്ങനെ അതാ ഞാൻ ബസ്സിൽ കയറി. ഇത് വളാഞ്ചേരിയിലാണ് തോന്നുന്നത്, അതോ കുറ്റിപ്പുറത്ത്, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഫൈനലി ഇതാ ഞാൻ വളാഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പരാഗിലേക്കാണ് കേട്ടോ പോണത്, അത് പറയാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് പരാഗിൽ നിന്നൊരു മെറ്റീരിയൽസ് വാങ്ങാനുണ്ട്. ഒരു വൈറ്റ് ക്ലോത്താണ്, നമ്മുടെ ജോർജറ്റിൻ്റെ ഒരു ക്ലോത്ത് വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഹർഷമൊന്നും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്കല്ലേ യാത്ര ചെയ്യണത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്നൊന്ന് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് എന്താ പറയുക, ഒരു 7 വർഷങ്ങൾക്ക് മുന്നൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോയിരുന്നത്. ഇപ്പോൾ പിന്നെ ഹർഷവും കുട്ടിയുള്ള കാരണം ഞങ്ങൾ വണ്ടിമ്മ അങ്ങനെ പോകും. അങ്ങനെ പിന്നെ അതാ ഞാൻ മുന്നത്തെ പരാഗിൻ്റെ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ പുതിയ കളക്ഷൻസുകൾ ഒരുപാട് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഇതാ കണ്ട, എനിക്ക് ഈ തുണിയാണ് കേട്ടോ വാങ്ങുള്ളൂ. അപ്പോൾ അവർ കസ്റ്റമർ പറഞ്ഞ ഡിസൈനിൽ അവരൊരു മാറ്റം വരുത്തി. അപ്പോൾ അതുകൊണ്ട് ആ ക്ലോത്ത് വാങ്ങാനാണ് ഞാൻ വന്നത്. അവരാദ്യം വേറെ ഡിസൈനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവർ മാറ്റം വരുത്തിയപ്പോൾ ആ ക്ലോത്ത് ഞാൻ എടുക്കാൻ വന്നു. അപ്പോൾ പിന്നെ എനിക്ക് ആ ലേസും വാങ്ങണം. അപ്പോൾ ഞാനിതാ നമ്മുടെ ലേസ് നോക്കി, ലേസ് കിട്ടിയില്ല, പക്ഷേ ക്ലോത്ത് കിട്ടി. അങ്ങനെ ഇനി ഇവിടുന്ന് ഇത് വാങ്ങിയിട്ട് വേണം എനിക്ക് പോകാൻ. പിന്നെ ഇവിടെ പുതിയ പുതിയ കളക്ഷൻസ് വേറെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത്തിരി റേറ്റ് ഉണ്ട്, എന്നാലും നമ്മൾ വിചാരിച്ച എല്ലാ തരം കളറുകളും എല്ലാതും കിട്ടും. അങ്ങനെ ഞാൻ അവിടുന്ന് പോകുന്നു. ഇപ്പോൾ ഇതാ വളാഞ്ചേരിയിൽ തന്നെയാണ് ഉള്ളൊരു അജ്വ എന്ന് പറഞ്ഞ കടയിൽ ഞാൻ പോയി. ഭയങ്കര വിശപ്പ്. നമ്മൾ സ്ഥിരം അങ്ങനെ എന്താ പറയുക, ഒരു 11 മണി 12 മണി സമയത്ത് എന്തെങ്കിലും കഴിക്കണ കാരണം. അപ്പോൾ അതാ ഞാൻ ഇവിടുന്ന് ഒരു ലൈമും ഒരു കട്ട്ലേറ്റും വാങ്ങി. കട്ട്ലേറ്റിൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. അപ്പോൾ ഒറ്റക്കാണ് എന്നുള്ള ഒരു ഇതൊന്നുമില്ല, എന്നാലും വിശന്നു. അപ്പോൾ പിന്നെ ഞാൻ ലൈമ് വാങ്ങി, നല്ല വെയിലുമല്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ എനിക്ക് കുറ്റിപ്പുറം പോകണം. അടുത്ത ഷോപ്പിംഗ് അവിടെ നിന്നാണ്. അങ്ങനെ ഞാൻ അതാ കുറ്റിപ്പുറം നമ്മളെ സ്ഥിരം ബട്ടൺ ഹൗസിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ആളോട് പറഞ്ഞു എനിക്ക് ഇതിനുള്ള എന്താ പറയുക, ഞാൻ ഈ ക്ലോത്തിന് ലൈനിങ് എടുത്തിട്ടില്ല, ക്രേപ്പിൻ്റെ ലൈനിങ്ങും പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കുറ്റിപ്പുറന്നായിട്ട് എടുത്തത്. അപ്പോൾ എനിക്ക് ബസ്സിന് സമയമായിട്ടില്ല. അപ്പോൾ അതുവരെ ഞാൻ ജസ്റ്റ് കുറച്ച് നേരം ഇവിടെ നിന്നു. ഞാൻ പിന്നെ അവിടുന്ന് ഇറങ്ങിയതാ ഉപ്പിലിട്ടതൊക്കെ കണ്ടു, വെള്ളം ഇറക്കി കണ്ട് ഞാൻ വേഗം പോകുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ബസ്സിൻ്റെ സമയമാകുമ്പോഴത്തേനും വീട്ടിലെത്തണം. ഹലോ ഹായ്. അപ്പോൾ ഞാനിതാ ഷോപ്പിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ഷോപ്പിലെത്തിയിട്ടുണ്ട്. പിന്നെ എന്താ ഇന്നലെ ഞാൻ കാണിച്ചില്ലേ ഒരു സാരി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്നും ഉണ്ടായില്ല, അത് അവർ കൊണ്ടുപോയിട്ടാ. ഈ സാരീൻ്റെ ബ്ലൗസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു അടിപൊളി ഡാർക്ക് പച്ചല, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അതും പിന്നെ ഇതും വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതാ ഇത് രണ്ടും കംപ്ലീറ്റ് ആയി. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇന്നലെ വന്നതാണ് കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ എടുക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബ്ലൗസ് വന്നത്. ഉണ്ടോ, നല്ല ഇത് കോട്ടൻ്റെ കേട്ടോ.
കോട്ടണിൽ ബ്ലാക്കിലൊരു ഗോൾഡൻ വർക്ക് വന്നിട്ട് അതെ അതിലത്തെ സാരിയാണ് കേട്ടോ. ഇതാണ് സാരി. ഇത് ശാസ്ത്രമേളക്കുള്ള ഡ്രസ് കോഡ് വന്നിട്ട് ടീച്ചർമാരുടെ ഡ്രസ് കോഡാണ്. അപ്പോൾ ഇതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടൊന്നും കൊടുക്കണം. പിന്നെ വേറെന്താ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.